പരശുരാമന് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു അപൂർവമായ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഇവിടേക്ക് ട്രെയിൻ മാർഗം എത്തിച്ചേരാം എന്ന് നോക്കാം. ഫ്രണ്ട്സ്, ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ഇന്ന് പോകുന്ന ക്ഷേത്രത്തിന്റെ പേര് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം എന്നാണ്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് ദൂരം വരുന്നത് 5.8 കിലോമീറ്റർ ആണ്. വെറും 15-20 മിനിറ്റ് യാത്ര നമുക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തത്. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:55 കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ വൈകിട്ട് ഒരു 4 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ യാത്ര ചെയ്തത്. UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ച്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 55 രൂപയാണ്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതുകൊണ്ടാണ് കേട്ടോ 55 രൂപ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ. കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ പരവൂര് വർക്കല മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്. ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി നമ്മുടെ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഏത് ഭാഗത്തുള്ളവർക്കാണെങ്കിലും ട്രെയിനിൽ എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഇനിയിപ്പോൾ സ്റ്റേക്ക് ആണെങ്കിലും നമ്മുടെ തലസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പല ബഡ്ജറ്റുകളിൽ തന്നെ നമുക്ക് പല റൂംസും കിട്ടും. ഇനി റൂം കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1 AC വെയിറ്റിംഗ് ഹോൾ ഉണ്ട്. പിന്നെ അല്ലാതെ സാധാ നോർമൽ ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഹോൾ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കയറി ഫ്രഷ് ആവാൻ കാര്യങ്ങളാവാം. എന്നാലും കുറച്ചുകൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 30 രൂപ കൊടുത്ത് 1 മണിക്കൂറത്തേക്ക് AC വെയിറ്റിംഗ് ഹോളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് സൂക്ഷിക്കാൻ അവിടെ ക്ലോക്ക് റൂമും പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഉണ്ട്. 15 രൂപ ആവത്തതേ ഉള്ളൂ. അപ്പം ദൂരത്തുനിന്ന് വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ട്രെയിൻ ഏത് വേണമെന്ന് അവരവർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ്, ഏത് ട്രെയിൻ ഏത് സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് ഇറങ്ങേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിൽ നിന്ന് തന്നെ തമ്പാനൂരിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നാലും നമുക്ക് ബസ് കിട്ടും. എന്തായാലും നമുക്ക് കിഴക്കേക്കോട്ടെ പോകണോ തമ്പാനൂര് പോകണോ എന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് തീരുമാനിക്കാം. നമ്മൾ തമ്പാനൂരിൽ തന്നെ നമുക്ക് ബസ് കിട്ടി കേട്ടോ. വിഴിഞ്ഞം ബസ് കയറിയാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എപ്പോഴും ബസ്സുണ്ട്. തമ്പാനൂരിൽ നിന്ന് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ കിഴക്കേക്കോട്ടയിലേക്ക് പോവുക. അത് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിൽ പോകാൻ നമുക്ക് തമ്പാനൂരിൽ നിന്ന്. ഇല്ലെങ്കിൽ നടന്നായാലും നമുക്ക് കിഴക്കേക്കോട്ടയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മളെ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ കൊണ്ട് ബസ് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതേ അകത്തോട്ട് കയറാം. ദേ ഭഗവാൻ അവിടെ മുകളിൽ ഇരിപ്പുണ്ട്. മഴയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം കേട്ടോ. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവല്ലത്തിനടുത്തുനിന്നാണ് കേട്ടോ. തിരുവല്ലത്തിനടുത്തുള്ള കരമന നദിയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ പരശുരാമന് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഇവിടെ ആയിട്ട് ഒരു കുളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കും. കുളമല്ല, ഒരു ആറ് പോലെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. കടവാണ്. ഈ ഒരു ക്ഷേത്രം വേറൊരു കാര്യത്തിലും ഫേമസ് ആണ്. അതായത് നമ്മുടെ മരണാനന്തര കർമ്മമായ ബലിതർപ്പമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. ബലിതർപ്പണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ പൂർവികർക്കുള്ള ആദരം. നമുക്ക് നമ്മുടെ പഴയ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലിയിടുക എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രം പ്രശസ്തമാണ്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. ദേ ഇവിടെ ക്ഷേത്രത്തിന് അടുത്തായിട്ടൊരു ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ദർശന സമയം ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ ദർശന സമയം. രാവിലെ 3:45 പള്ളി ഉണർത്തലാണ്. നട തുറക്കൽ 4 മണിക്ക്. പിന്നെ ശേഷം നട അടയ്ക്കൽ 11 മണിക്കാണ് രാവിലെ. അത് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി സമയത്ത് തുറക്കും. രാത്രി 8 മണിയോടുകൂടി ക്ഷേത്രം അടയ്ക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിലെ നമ്പർ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഉപയോഗപ്രദമാവുന്നെങ്കിൽ ഉപയോഗപ്രദമാവട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ 12-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിഞ്ഞതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് പുതുക്കി പണിഞ്ഞ കാര്യമാണ് പറയുന്നത്. 13-ാം അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ട് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ അർച്ചനകളും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വീഡിയോയിൽ കാണിച്ചു തരാനായി ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പോസൊക്കെ ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഇവിടെ കർക്കിടവാവിന് ബലി അർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലി അർപ്പിക്കുന്നതിന് പുണ്യമുണ്ടും എന്നും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10:30 വരെ 40 രൂപയാണ്. പിതൃമുക്തിക്കായി കൂട്ട നമസ്കാരം വഴിപാട് ചെയ്യാവുന്നതാണ്. അത് കൊള്ളാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ വീഡിയോസൊക്കെ കേട്ടോ. ബലിതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിതെല്ലാം വായിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഫേമസും ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി വന്നതിൽ എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നതിലും സന്തോഷമുണ്ട്. ഈ ഇടയായിട്ട് തന്നെ നമ്മൾ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഈ ഇടയായിട്ട് കുറേ സന്ദർശിക്കുന്നത് ദർശനത്തിനായിട്ട്. നല്ലൊരു കുളമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ പച്ച കളറിൽ കിടക്കുകയാണ് വെള്ളം. കണ്ടില്ലേ, പായലൊക്കെ പിടിച്ച് പച്ച കളറിലായിട്ട് ഇങ്ങനെ കുളം കിടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഹനുമാൻ പ്രതിമയുണ്ട്. അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ക്ഷേത്രത്തിൽ ശിവഭഗവാനുണ്ട്. ഉപദേവതയായിട്ടല്ല, ശിവഭഗവാൻ ഇവിടെ നമ്മുടെ പരശുരാമൻ ഇരിക്കുന്ന അതേ ഇതോടുകൂടി തന്നെയാണ് ശിവഭഗവാനെ ഇവിടെ പൂജിക്കുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ക്ലോക്ക് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന് അകത്തായിട്ട് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ബലിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപദേവതകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ബലി ഇടാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ ഇത്രയാണ് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, വളരെ അടുത്തായിട്ട് തന്നെയാണ്. നമുക്കെല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്ര ദർശനത്തിനായിട്ട് അകത്തോട്ട് കയറണം. ഷർട്ട് ഇട്ട് കയറരുത്, ബനിയൻസ് ലുങ്കീസ് ഇതൊന്നും പാടില്ല കേട്ടോ. അതാണ് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറാസ് ഒന്നും അകത്ത് പറ്റത്തില്ല. അകത്തെ കാഴ്ചകളൊക്കെ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അമ്മാതിരി കാഴ്ചകളാണ്, കാണേണ്ട കാഴ്ചകളാണ് അകത്ത് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ അത്രയും നല്ലതാണ്. അതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ്. ഇവിടെ ഉപദേവതകളായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമൂർത്തിയുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, വേദവ്യാസനുണ്ട്, ബ്രഹ്മാവുണ്ട്, സുബ്രഹ്മണ്യ ഭഗവാനുണ്ട് കേട്ടോ, ഉപദേവതകളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ദർശനമൊക്കെ ആയിരുന്നു. നല്ല ദർശനമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ വരുന്നവർക്ക് രാവിലെ വരാം, വൈകുന്നേരം വരുന്നവർക്ക് വൈകുന്നേരം വരാം. ഞാനിപ്പോൾ എന്തായാലും വൈകുന്നേരം ആണല്ലോ വന്നത്. നല്ലൊരു അന്തരീക്ഷവും നല്ല തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. ഞാൻ ഇടദിവസം വന്നത്, വ്യാഴാഴ്ചയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്നിട്ട് ഇവിടുന്ന് നടന്നോട്ട് തന്നെ നമുക്കൊരു ഹനുമാന്റെ പ്രതിമ ഉണ്ടത് ഞാൻ വീഡിയോയുടെ ആദ്യമേ നിങ്ങളടിക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചില്ലായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ക്ഷേത്ര ദർശനമൊക്കെ നല്ലതുപോലെ കഴിഞ്ഞു. കുറേ നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ സാധിച്ചു. തീർച്ചയായും വരേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പരശുരാമ ക്ഷേത്രം, ശ്രീവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. ഈ വഴിയാണ് നമുക്ക് അകത്തേക്ക് ക്ഷേത്രത്തിൽ കയറേണ്ടത്. ക്ഷേത്രത്തിൽ കയറുന്നതിന് തൊട്ട് വെളിയിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഗണപതി ഭഗവാനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞതേ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡ് കാണാം, ആഞ്ജനേയ സംഗീതമൂർത്തി ഗന്ധർവ ഹനുമാൻ സന്നിധാനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവുകയാണ്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതായിരുന്നു പരശുരാമ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നമ്മളിതേ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. ഭഗവാൻ ഇങ്ങനെ വീണയല്ലേ കയ്യിലിരിക്കുന്നത്? അതെ, അതൊക്കെ ഭഗവാന്റെ ഗത കയ്യിൽ വെക്കാതെ അവിടെ വെച്ചിട്ട് വീണയുമായി നിൽക്കുന്നു. കൊള്ളാം, നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ജയ് ശ്രീറാം. കൊള്ളാം, നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ ഈ ഒരു കാഴ്ചയോടെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത്, അതായത് നമ്മൾ വന്ന് ബസ് ഇറങ്ങിയതിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ള ബസ് നമുക്ക് കിട്ടും. 18 രൂപ മാത്രമേ ആയിരിക്കത്തുള്ളൂ ചാർജ് വരുന്നത് കേട്ടോ. ബസ് ചാർജ് 18 രൂപ മാത്രമേ ഉള്ളൂ. എന്നിട്ട് തിരുവനന്തപുരം സെൻട്രലിൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഏത് ട്രെയിൻ ഉണ്ടോ ആ ട്രെയിനിൽ കൊല്ലം പിടിക്കാനാണ് എൻ്റെ പ്ലാൻ. തിരിച്ചു പോകുന്ന യാത്രകളൊന്നും കാണിക്കുന്നില്ല ഏത് ട്രെയിനിലാണ് എന്താണെന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ തലസ്ഥാനത്ത് എത്തിയിട്ട് ഏതെങ്കിലും കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ച് പതുക്കെയൊക്കെ പോകത്തുള്ളൂ. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ എത്തിക്കേണ്ട ഒരു റൂട്ട് മാപ്പ് ഒന്ന് കാണിക്കണമായിരുന്നു. ഇവിടെ റൂംസ് അവൈലബിൾ ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട കോൺടാക്ട് നമ്പറൊക്കെ അവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. നമ്മുടെ ആ ഒരു ഹനുമാന്റെ സന്നിധി ഇരിക്കുന്നിടത്താണ്. ഒരു വിമാനം പോകുന്നു. കൊള്ളാം.
അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ എത്തണമെന്ന് എങ്ങനെ എത്തേണ്ടതെന്ന് മനസ്സിലായെന്നും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ. ഇനി അടുത്ത നമ്മുടെ വീഡിയോ ആഞ്ജനേയ ദത്ത ക്ഷേത്രമാണ് കേട്ടോ. ആലുവയിലുള്ള ഒരു പാതാള ഹനുമാൻ ക്ഷേത്രമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യവും അടുത്ത തീർത്ഥയാത്രയും. അപ്പോൾ അതിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അതിനുശേഷം വരുന്ന വീഡിയോ ചിലപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം പോകുന്നതായിരിക്കും. എല്ലായിടത്തും നമ്മൾ ട്രെയിൻ മാർഗം തന്നെയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ പരശുരാമന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണവും എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണം. അത്രയേ ഉള്ളൂ. ബൈ.